നിലവിൽ CBI അന്വേഷണം വേണ്ടെന്ന ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ കൊടുക്കുന്നുണ്ട്. അത് അപ്പീൽ ഡിവിഷൻ ബെഞ്ചിലാണെങ്കിൽ തന്നെയും സത്യവും നീതിയും നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസം. ഡിവിഷൻ ബെഞ്ചിൽ തന്നെ നമ്മുടെ അനുവദിച്ച് കിട്ടുമെന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട്. കാരണം ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ നമുക്ക് അറിയുവാനുള്ള ആഗ്രഹവും ലഭിക്കാനുള്ള നീതിയും കിട്ടണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. സർക്കാർ അങ്ങനെ പരാതി ആയിട്ടല്ല എങ്കിൽ പോലും എന്തിനാണ് സർക്കാർ ഇത് എതിർക്കുന്നത്? സർക്കാരിനൊരു ബുദ്ധിമുട്ടും വരുന്ന കേസ് കേട്ടതൊന്നും വരുന്നില്ല. കോടതി തന്നെ പല പ്രാവശ്യം ചോദിച്ചു, ആദ്യമൊക്കെ പല ജഡ്ജിമാരും ചോദിച്ചു, എന്തിനാണ് സർക്കാർ ഇതിനെ എതിർക്കുന്നത്? നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന കേസ് കേട്ടല്ലോ. CBI അങ്ങനെ അവർക്ക് ഒരു പേരൻസിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അവരുടെ ആ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി എൻക്വയറി നടത്തേണ്ടത് എന്താണ് കുഴപ്പം എന്ന് പല ജഡ്ജിമാരും, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അത് ഇങ്ങനെ ആമുഖത്തിൽ കോടതി അവിടെ ഓപ്പൺ കോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്ത് എൻ്റെ മോൾക്ക് 4.5 മണിക്കൂറോളം ചികിത്സ ലഭിച്ചില്ല. അത് പബ്ലിക്കിന് ഒന്നും അറിയത്തില്ല ഇതിൻ്റെ കാര്യങ്ങൾ. ഇവരുടെ FIS ഒക്കെ വളരെ വ്യത്യാസമുണ്ട്. ഇതെല്ലാം തിരുത്തിക്കാണ് പോലീസ് കൊടുത്തിരിക്കുന്നത്. അപ്പം 4:34 എൻ്റെ മോളെ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് വിജയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. അതും മോള് തന്നെയാണ് പോയത്. അന്ന് സാധാരണഗതിയിൽ ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് എൻ്റെ മോൾക്ക് ഡ്യൂട്ടി കൊടുക്കുക, അങ്ങനെ ആരും കൊടുക്കാറില്ല. അന്ന് 9-ാം തീയതി ഉണ്ടാകുന്ന മെയ് മാസം 9-ാം തീയതി 6 മണി വരെ എൻ്റെ മോൾക്ക് കോവിഡ് ഡ്യൂട്ടിയാണ്. സാധാരണ കോവിഡ് ഡ്യൂട്ടിക്ക് ഡോക്ടർമാർ പേടിച്ചിട്ട് പോകാറ്. എൻ്റെ മോൾ അതിന് പോകും. അതിനുശേഷം 7:15 മണിക്ക് എന്നെ വിളിക്കുന്നു. ഞാൻ കോവിഡ് ഡ്യൂട്ടിക്ക് പോവുകയാണ്, ഇടയ്ക്ക് വിളിക്കരുത്. 8 മണി മുതൽ വ്യത്യാസം 8 മണി വഴിയാണ് ഡ്യൂട്ടി. അപ്പോൾ വേറെ ഹൗസ് സർജനും ഒക്കെ ഉള്ളതാണ്. പക്ഷേ എൻ്റെ മോളാണ് ഫുൾ ടൈം അവിടെ പോകുന്നത്. പുള്ളി അങ്ങനെയാണ് ഞങ്ങൾ പഠിപ്പിച്ചിരുന്നത്. ഡ്യൂട്ടിക്ക് അന്ന് കുട്ടിക്ക് ശാലം പനിയൊക്കെ ഉണ്ടായിരുന്നു. എന്നെ വിളിച്ചിട്ട് പറയുന്ന, ഞാൻ പറഞ്ഞു കൂട്ട അങ്ങനെ അവധി എടുക്കത്തില്ല, എല്ലാം ആരും ഇല്ല ചാച്ചാന്ന് തന്നെ വിളിക്കുന്നത്, ആരോഗ്യം ചാച്ച, അതുകൊണ്ട് ഞാൻ പോകും കേട്ടോ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ രാത്രി നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിലും എൻ്റെ മോൾ എപ്പോഴും മോളുടെ അമ്മയായിട്ട് എൻ്റെ വൈഫുമായിട്ട് രാത്രിയിലൊക്കെ സംസാരിക്കും. അങ്ങനെ അതൊരു സ്ഥിരം പരിപാടിയായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് മോൾ ഡ്യൂട്ടിയിലിരിക്കുമ്പോൾ ഒരു 4 മണിക്ക് ശേഷമാണ് ഇങ്ങനെ പോലീസുകാർ ഒരാളുമായിട്ട്, പ്രതി എന്ന് പറയുന്ന ഒരാളുമായിട്ട് ഇതുപോലെ ജീപ്പിൽ കൊണ്ടുവരുന്നത്. അപ്പം മോള് മാത്രമേ അവിടെ കാഷ്വാലിറ്റിയിലുണ്ട്. കൂടുതൽ ഉണ്ടായിരുന്ന ഡോക്ടറെ മോള് വിളിച്ചു വരുത്തി. ഷിബിൻ മുഹമ്മദ്, അതാണ് സർജൻ കൂടുതലുണ്ടായിരുന്നത്, വിളിച്ചു വരുത്തി ഇവരെ കൂടത്തിൽ കൊണ്ടുവന്ന ഈ പ്രതിയുടെ കൂട്ടത്തിൽ തന്നെ അവർ സ്വന്തക്കാർ 2-3 പേരുണ്ടായിരുന്നു. അവരവിടെ കൂടത്തിൽ വന്നപ്പോൾ തന്നെ പ്രതിക്ക് സത്യത്തിൽ ആരോഗ്യപരമായിട്ട് ഒരു കാലിന് പൊട്ടലുമുണ്ട്, ഒരു കാലിന് വലിയ വ്രണമുണ്ട്. പിടിച്ചാണ് വന്നത്. അതെല്ലാം CCTV ഫുട്ടേജിലുണ്ട്, പോലീസിൻ്റെ കയ്യിലുമുണ്ട്. അപ്പം അങ്ങനെ പിടിച്ചാണ് വരുന്നത്. അപ്പം അങ്ങനെ പിടിച്ച് വന്ന് അവിടെ വരുമ്പോഴത്തേക്ക് പൂർണ്ണ ആരോഗ്യവാനല്ല പ്രതി. അകത്തേക്ക് കയറുന്നു. മോൾ അവിടെ ഇരിക്കുന്ന മോൾ പറഞ്ഞ മറ്റേ അവസരത്തിനെ വിളിച്ചു വരുന്നത്. പാർട്ടിയുള്ള സിസ്റ്റർമാരൊക്കെ അവരൊക്കെ റെസ്റ്റ് റൂമിലാണ്. വെളുപ്പിനെ ഒരു 4 മണിക്ക് ശേഷമാണ് വിളിച്ചു വരുത്തുന്നത്. അവർ അവിടെ നിന്ന് കോടി വന്നു കഴിയുമ്പോഴത്തേക്കിങ്ങനെ വേണ്ടുന്ന പോലീസുകാർ, ഒരു ഹോം ഗാർഡുണ്ട്, 3-4 പോലീസുകാരുണ്ട്, സെക്യൂരിറ്റിക്കാരുണ്ട്, ഹോം ഗാർഡുണ്ട്, ആംബുലൻസ് ഡ്രൈവറുണ്ട്. ഇവരെല്ലാം അടുത്തടുത്ത് നിൽക്കുവാണ്. അപ്പം ഏതായാലും കാഷ്വാലിറ്റി റൂമിലേക്ക് കയറ്റി ചെന്ന് ചെക്ക് ചെയ്യാൻ്റെ വിളിച്ചപ്പോഴത്തേക്ക് നോക്കിയപ്പം ഇവരുടെ ഈ കൂടുതൽ ഡോക്ടറെ വിളിച്ചു വരുത്തി, ഷിബിൻ മുഹമ്മദിനെ വിളിച്ചു വരുത്തി. അതുപോലെ തന്നെ ഈ റെസ്റ്റ് റൂമിലുണ്ടായിരുന്ന നേഴ്സുമാരെയും സിസ്റ്റർമാരെയൊക്കെ വിളിച്ചു വരുത്തി നോക്കിയപ്പോഴത്തേക്ക് പറഞ്ഞു കാലവ്രണമുണ്ട്, അത് ഡ്രസ്സ് ചെയ്യണമെന്നും പറഞ്ഞ് അപ്പുറത്തെ ഡ്രസ്സിംഗ് റൂമിലേക്ക് ഇരിക്കാൻ പറഞ്ഞു. അവിടെ വെച്ചാണ് എന്തോ ഒരു വിഷയം ഉണ്ടായതായിട്ട് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ എക്സ്റേ എടുക്കണമെന്നും പറഞ്ഞ് കൂടുതലുണ്ടായിരുന്ന ഡോക്ടർ ഷിബിൻ
കുറിപ്പെഴുതി കൊടുത്തിട്ട് അയാൾ പുറത്തേക്കും പോയി. അപ്പോൾ ഈ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ഷിബിൻ ശാലം സീനിയറാണ് പ്രായത്തിൽ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ മോള് ഇത് കഴിഞ്ഞപ്പോൾ ഇത് ഡ്രസ്സ് ചെയ്യാൻ പറഞ്ഞിട്ട് പോയി മോളകത്തോട്ട് നമ്മുടെ DMO ഡ്യൂട്ടിലാണ് DMO ഒക്കെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പൗർണമി അവരപ്പുറത്ത് മുറിയിൽ റെസ്റ്റ് ചെയ്യുകയാണ്. അവരുടെ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. റെസ്റ്റ് ചെയ്തപ്പോഴത്തേന് റിപ്പോർട്ട് ചെയ്യണം മോളി ഒന്ന് മുട്ടി വിളിച്ചപ്പോഴത്തേക്കിനാണ് അവർ പേഷ്യൻ്റ് വന്നിട്ടുണ്ട് മാഡം വരാൻ പറഞ്ഞ് അപ്പോൾ അത് നോക്കാതെ രണ്ടുപേരും കൂടി ഒന്നിച്ചാണ് അവിടെ നിന്ന് ഇറങ്ങുന്നതാണ് അവർ ഈ ലൈവിലാന്നൊക്കെ എല്ലാം കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതൊക്കെ അവർ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ഇവിടെ വന്ന് അപ്പം നടന്നുകൊണ്ട് വരുവാണ്. അപ്പോൾ അതിനപ്പോഴത്തേക്ക് അതിനിടയ്ക്ക് ഇവിടെ ഇൻസിഡൻറ്റ് ഉണ്ടായെന്നാണ് പറയണത്. അതൊക്കെ പറഞ്ഞുള്ള അറിവേ നമുക്കുള്ളൂ. അപ്പോൾ മോൾ അവിടെ നിന്ന് രണ്ടേ വിളിച്ച് വരുമ്പോഴത്തേക്ക് ഒറ്റയടിക്ക് ഈ പറഞ്ഞേക്കുന്ന കൂടുതലുണ്ടാകുന്ന പൗർണമി ഡോക്ടറെ തിരിച്ചോടി രണ്ടുപേരും നടന്നുകൊണ്ട് പോകും. തിരിച്ചോടി മുറിക്കകത്ത് കയറിയിട്ട് മുറി ലോക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. നമുക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. രണ്ടുപേരും ഒന്നിച്ച് നടന്നു പോകുന്നു. അപ്പോൾ രണ്ടുപേരും പോകുമ്പോഴത്തേക്ക് എങ്ങനെയാണ് പറയും ഒറ്റയ്ക്ക് തന്നെ മുറിക്കകത്ത് കയറി ലോക്കെല്ലാം അടച്ച് കസേരയും വലിച്ചിട്ട് അവിടെ ഇരുന്ന്. അപ്പോൾ അവിടെ ഇൻസിഡൻറ്റ് ഉണ്ടായി എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറഞ്ഞേക്കുന്ന ഈ അലക്സ് എന്ന് പറയുന്ന ഹോം ഗാർഡാണ്. അയാൾ എക്സ് മിലിറ്ററിക്കാരനാണ്. അദ്ദേഹം നല്ല തൻ്റെ അങ്ങേരാണ് ആദ്യം ഇയാൾ കുത്തുന്നത് പറഞ്ഞു. അപ്പോൾ ഇയാൾ അത് ഡിഫെൻഡ് ചെയ്യാൻ പോയപ്പോൾ അപ്പം ഒരു 5 മീറ്റർ ഇപ്പുറത്ത് പോലീസെല്ലാം നിൽക്കും അവിടെ കണ്ടുകൊണ്ട്. ഞാൻ വേറെ റിവ്യൂ അന്വേഷിച്ചപ്പോഴത്തേക്ക് കൃത്യം വിവരം എന്നോട് പറഞ്ഞു. അത് ഞാൻ ഇപ്പോൾ റിവ്യൂ ചെയ്യുന്നില്ല ആരാന്ന് പറഞ്ഞതെന്നൊക്കെ. അപ്പോൾ അവർ ആ കുത്തിയപ്പം പുള്ളി ഇങ്ങനെ പെട്ടെന്ന് ഇതായതുകൊണ്ട് ഈ പുറകോട്ട് ഇവൻ വെച്ച് തള്ളിക്കൊണ്ട് പോയി. പുള്ളിക്കറി എത്തിയിട്ട് പുള്ളി കസേര കൊണ്ട് ഇരുത്തിയപ്പോഴത്തേക്കാണ് ഇവിടെ 2-3 കയ്യിരിക്കുന്ന സാധനങ്ങൾ ഇവിടെ കുത്തുന്നത്. ബാക്കി പോലീസുകാരെ കണ്ട് മാറുന്ന അവരൊന്ന് പിടിക്കുകയോ അല്ലെ ചെയ്യുവാണ് ഇതൊന്നും ഉണ്ടായില്ല. കാരണം അവന് പൂർണ്ണ ആരോഗ്യവാനല്ല. നമുക്കറിയാമല്ലോ നല്ലൊരു വ്രണം എന്ന് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കാല് അവിടെ എങ്ങാണ്ട് പ്രശ്നം ഉണ്ടായപ്പോൾ കുഴി ചാടി അത് ആള് നാട്ടുകാർ എന്തോ ചെയ്തത് എന്താണ് കാല് പൊട്ടിയിരിക്കുകയാണ്. അങ്ങനെയാണ് ഇത് എക്സ്റേ എടുക്കാനായിട്ട് പറഞ്ഞു വിട്ടത്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ആംബുലൻസ് ഡ്രൈവറുണ്ട് പുള്ളി വിളിച്ച് പറയുന്നതാണ് ഇതിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മോള് വന്നപ്പോഴത്തേക്ക് ഇവൻ ഓടി ഇതിങ്ങനെ ഒരു വളഞ്ഞ ഷേപ്പിലാണ് അതിരിക്കുന്നത്. ഞാനവിടെ പോയിട്ടുള്ളത്. ഇപ്പോൾ ഇവരുമില്ല ബാക്കിയുള്ളവരൊക്കെ ഇതിങ്ങനെ ഉണ്ടായതാണ്. ഇപ്പോൾ എല്ലാവരും തൊട്ടടുത്തുള്ള മുറികളിൽ കയറി അടച്ച് അതുപോലെ ഗ്രില്ലൊക്കെ ഉള്ള മുറികളിലാണ് ഇതൊക്കെ ഈ കൗണ്ടർ പോലുള്ളത്. ഇവരെല്ലാം സംഗതി അവിടെ എല്ലാം ഉണ്ട്. എല്ലാവരും തന്നെ കണ്ടുകൊണ്ടിരിക്കുക. മോള് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് അവിടെ അലറി എന്നെ രക്ഷിക്കണമെന്ന് മതി. ഇവരാരും ഒന്നും ചെയ്തില്ല. പോലീസുകാരൊക്കെ തൊട്ട് മാറി അപ്പുറത്ത് നിൽക്കുമായിരുന്നു. ഒരു 5-6 പേരുണ്ടായിരുന്നു.